ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിവോയുടെ ഒരു പുതിയ മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. വിവോ V40 5G ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ അതായത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പാടാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. വിവോ V40 5G. ഈ ഫോണിന്റെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ ലെൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെൻസ് ആൻഡ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മൻ ടെക്നോളജി ആയിട്ടുള്ള സൈസ് എന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി 1846 വന്നിട്ടുള്ളത്. ഇവരെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലീഡിംഗ് ഒപ്റ്റിക്കൽ ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ടെക്നോളജിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ലെൻസാണ് ഈ ഒരു ഫോണിൽ ഇവർ കൊടുത്തിട്ടുള്ളത്, സൈസ് എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടല്ല ഫോണിൽ വരുന്നത്. ഇതിന് മുമ്പേ നോക്കിയ ആണ് ചെയ്തിരുന്നത്. നോക്കിയയിൽ വന്നിട്ടുണ്ട്, വേറെ ചില ബ്രാൻഡ്സ് സോണിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഇവർ വിവോയിൽ ഇത് ചെയ്തിട്ടിരിക്കുകയാണ്. ജർമ്മൻ ടെക്നോളജിയാണ് ഇത് വരുന്നത്. നമ്മൾ ഇതിന്റെ വീഡിയോയിലേക്ക് പോകാൻ പോവാണ്. അപ്പം ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ദ തിങ് ഈസ് ഫോൺ ഈസ് വെരി ഹാൻഡ്ലി. ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. പിന്നെ ഇത് കയ്യിൽ പിടിക്കാൻ നല്ല ഫീൽ ആവുന്നുണ്ട്. കാരണം വെയ്റ്റ്ലെസ് ആണ്, ഫോൺ വളരെ തിന്നിയാണ്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ വളരെ ബ്രൈറ്റാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നേരം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലാണ്. ഇതിൽ 2 ക്യാമറ വരുന്നുണ്ട്, രണ്ടും 50 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ അതും 50 മെഗാ പിക്സലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോസ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും നല്ല പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എടുക്കാം. അത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ബെസ്റ്റ് പോർട്രേറ്റ് ഫോൺ വേണമെന്ന് പറയാം. കാരണം അടിപൊളി പോർട്രേറ്റ് ആണ്. ഫോണിന്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ, ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പം നമുക്ക് 8 Gen 3 അല്ലെങ്കിൽ 8 Gen 2 ഒക്കെ ആണ് വരുന്നതെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇത് ബെറ്റർ ആണ്. കാരണം അത്യാവശ്യമുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ഗുഡാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അടുത്ത സ്ക്രീനിലായിട്ട് ഞാൻ എടുത്ത കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്, നോർമൽ ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 5500 അല്ലെങ്കിൽ 5500 mAh ബാറ്ററിയാണ് ഇത് ഫോണിൽ വന്നിട്ടുള്ളത്. 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ആണ് വന്നിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നതും പിന്നെ അതേപോലെ തന്നെ HDR10+ ഉള്ളതുമായിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. ഈ ഫോണിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ IP68 and 69 ഇതിൽ വരുന്നിട്ടുണ്ട്. ഡെപ്ത് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. അപ് ടു 1.5 മീറ്റർ 30 മിനിറ്റ് വരെ നമുക്ക് വെക്കാൻ പറ്റും. ചെറുതായിട്ടുള്ള ചുടുവെള്ളമൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല. അതാണ് IP69 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 സംഭവങ്ങളും ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് തന്നിട്ടുള്ളത്. പ്രീവിയസ് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്നേരം ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് 512 GB 256 GB 512 GB 256 GB നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ റാം 12+12 ആണ് വരുന്നത്. 12 GB റാം വരുന്നുണ്ട്, പ്ലസ് അഡീഷണൽ എക്സ്പെൻഡബിൾ റാമും പാടെ ഈ ഫോണിൽ നമുക്ക് വരുന്നുണ്ട്. 1699 dirhams ആണ് ഈ ഫോണിന് വരുന്നത്. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിൽ ഇതൊരു ബഡ്ജറ്റ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്, 5500 mAh ബാറ്ററി, പിന്നെ സൈസിൻ്റെ ക്യാമറ ലെൻസും കൂടി ആയതുകൊണ്ട് ഈ ഒരു പ്രൈസിൽ നമുക്കൊരു ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.